ഹലോ, മൈ ലൈഫ് ബാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളെ എല്ലാ ദിവസവും ഇങ്ങനെ ചോറും കറിയൊക്കെ വെച്ച് വീട്ടിലിരുന്നാൽ മതിയോ? നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തും കൂടെ പോകണ്ടേ? അപ്പം അങ്ങനെ ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. ഞങ്ങൾ ഒരു അടിപൊളി സംഭവം കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ആ പോണ വഴിക്കുള്ള കാഴ്ചകളും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് നോക്ക്, ആ നീലാകാശം കാണാൻ എന്തൊരു ഭംഗിയല്ലേ. നല്ല അടിപൊളി വ്യൂ ആണ്. ഇത് വണ്ടിയുടെ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കണോണ്ട് അത്രയ്ക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. സൂപ്പറായിട്ടുണ്ടല്ലേ. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് കേട്ടോ ഇത്. വേറൊന്നുമല്ല നമ്മൾ കാണാൻ പോണത്, നമ്മളിവിടുത്തെ തുലിപ് ഫെസ്റ്റ് കാണാൻ പോവാം കേട്ടോ. അപ്പോൾ ഒരു 1 hour ഡ്രൈവ് ഉണ്ടായിരുന്നു. കുഴപ്പമില്ലായിരുന്നു, സൂപ്പറായിരുന്നു. നല്ല റോഡായിരുന്നു. അത്യാവശ്യം ട്രാഫിക് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ ഉദ്ദേശിച്ച സമയത്തൊക്കെ തന്നെ അവിടെ എത്തി. അപ്പോൾ നേരത്തെ അപ്പോയിൻമെൻ്റ് എടുക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരത്തെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ അതേ നമ്മളവിടെ എത്തി. വണ്ടിയൊക്കെ പാർക്കിങ്ങിൽ ഇട്ടിട്ട് നമ്മൾ കയറാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ അവർക്ക് നമ്മൾ ടിക്കറ്റൊക്കെ കാണിച്ചു കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു പച്ച കുത്തി തരും അവരുടെ സീല് വെക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ അവരുടെ ഒരു സ്റ്റാമ്പ് വെക്കുന്നതാണ്. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് തന്നെയാണ് ഉള്ളിലേക്ക് കയറിയേക്കുന്നത് എന്നുള്ളതിൻ്റെ. അങ്ങനെ ഞങ്ങൾ 4 പേർക്കും അതൊക്കെ കിട്ടി. ഞങ്ങൾ അകത്തോട്ട് കയറി. അകത്ത് കയറുമ്പോൾ തന്നെ ഇതുണ്ടോ, അവിടെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ്. കണ്ടോ ആൾക്കാരൊക്കെ കയറി വരുന്നത്. അപ്പോൾ അതിൽ കൂടെ ആൾക്കാരൊക്കെ കയറി വരുന്നുണ്ട്. പിന്നെ ആ സൈഡിൽ ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്, കടകളുണ്ട്. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ആ ഒരു ഫാമിൻ്റെ ഉള്ളിൽ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് സീസണലാണ്, അതായത് നമ്മളുടെ സമ്മർ തുടങ്ങണതിൻ്റെ മുന്നേ മിക്കവാറും ഈ ഏപ്രിൽ മാസത്തിലാണ് അവർ ഒരു 10-20 ദിവസത്തേക്ക് വേണ്ടിയിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ പൂക്കളൊക്കെ പെട്ടെന്ന് തന്നെ അത് നശിച്ചു പോവുമല്ലോ. അപ്പോൾ അതിൻ്റെ മുന്നേ അവർ മാക്സിമം ഇതുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. 12 പൗണ്ടാണ് ഒരാൾക്ക് എൻട്രി ഫീസ് വരുന്നത്. അപ്പോൾ 12 ആണ്ടിരുന്നു തോന്നുന്നു, 12-14 അങ്ങനെ എന്തോ. 2 വയസ്സ് മുതലുള്ള കുട്ടികൾക്കും എല്ലാം ടിക്കറ്റ് എടുക്കണം. അപ്പോൾ അങ്ങനെ ടിക്കറ്റ് നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. ഡയറക്റ്റ് എൻട്രി ഉണ്ടോ എന്നുള്ളത് അറിയില്ല, നമ്മളങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ അവർ പറയുന്ന ആ ഒരു ടൈമിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ തന്നെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നോക്ക്, നിറയെ ആൾക്കാരായിരുന്നു. ഭൂരിഭാഗവും നമ്മൾ കണ്ടത് ഏഷ്യൻസ് തന്നെയായിരുന്നു. ഇന്ത്യൻസ്, മലയാളീസിനെ പറയണ്ടല്ലോ, ഒരുപാട് പേര് മലയാളീസ് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഇങ്ങനെ ഫോട്ടോ എടുക്കണു, വീഡിയോസ് എടുക്കുന്നു. അതിൻ്റെ ഇടയിൽ അപ്പുവിനെ കണ്ടോ, അപ്പു ഭയങ്കരമായിട്ട് നല്ല അടിപൊളിയായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഫോട്ടോയും വീഡിയോസും ഒക്കെ ഇഷ്ടംപോലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇനിയിപ്പോൾ 1 വർഷം വെയിറ്റ് ചെയ്യണമല്ലോ നമ്മളിങ്ങനെ ഒരു ഫെസ്റ്റ് കാണാനായിട്ട്. അപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. വെയിലുണ്ടായിരുന്നു, എന്നാലും ഭയങ്കര കാറ്റായിരുന്നു. അപ്പോൾ തണുത്തിങ്ങനെ വിറച്ച് കണ്ണൊന്നും തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്നാലും കാഴ്ചകളൊക്കെ ഭയങ്കര സുന്ദരമായതുകൊണ്ട് നമ്മൾ വിട്ടുകൊടുത്തില്ല. നമ്മൾ അടിപൊളിയായിട്ട് തന്നെ ഇഷ്ടംപോലെ ഫോട്ടോസ് എടുത്തു, പിന്നെ വീഡിയോസ് എടുത്തു. അങ്ങനെ അടിച്ചു പൊളിച്ചൊരു ദിവസമായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ അവിടെ കണ്ടോ നിങ്ങൾ, 2 പേര് പാട്ടൊക്കെ പാടി ഇങ്ങനെ നടപ്പുണ്ട്. അത് വരുന്നവരെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള അവിടുത്തെ സ്റ്റാഫായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ സ്പോട്ടുകളൊക്കെ ഉണ്ട്, നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ. അത് പല കളറിലുള്ള പൂക്കളാണ് കേട്ടോ. നമ്മൾ മറ്റേ അന്യൻ സിനിമയിലൊരു പാട്ട് സീനുണ്ട്, ഓർമ്മയുണ്ടോ? കുമാരി എന്നുള്ളൊരു പാട്ട് സീന്. അതിൻ്റെ അകത്ത് ഫുൾ അവർ തുലിപ് ഫാമിലാണ് ആ പാട്ട് ഭൂരിപക്ഷവും ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. സൂപ്പർ വ്യൂ അല്ലേ. അപ്പോൾ അത് സിനിമാറ്റിക് ക്യാമറയും അതിൻ്റെ എഡിറ്റിംഗ് ടെക്നിക്സും ഒക്കെ ആയതുകൊണ്ട് അത് ഭയങ്കര സൂപ്പറായിട്ട് തോന്നും. ഇതിപ്പോൾ നമ്മൾ പാവങ്ങൾ സാധാരണ ക്യാമറയിലെടുത്ത ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെയും കൂടെ ഈ വ്യൂസ് എല്ലാം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ. അപ്പം എല്ലാവരും ഇത് ബാക്കിയും കൂടെ ഒന്ന് കണ്ടിട്ട് വരൂ. കണ്ടോ, മഞ്ഞ, വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്, മഞ്ഞയുണ്ട്, പിന്നെ മിക്സ്ഡ് കളേഴ്സ് ഉണ്ട്. എല്ലാ ഭയങ്കര എന്താ പറയുക, ഇത് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം അതിൻ്റെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല.
പക്ഷേ ഇത് നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതിൻ്റെ അപ്പുറത്തൊക്കെ വ്യൂ കണ്ടോ, നമ്മുടെ സ്കൈയും പിന്നെ ആ കുഞ്ഞു കുഞ്ഞ് പച്ച മരങ്ങളും എല്ലാം കൂടെ ഭയങ്കര ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. അപ്പോൾ ഇതിനി അധിക ദിവസം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു 29 കൂടിയിട്ടൊക്കെ ഇത് ഒരു വൈൻഡപ്പ് ചെയ്യും എന്നാണ് തോന്നുന്നത്. എനിക്കറിയില്ല, ഞാൻ ചോദിക്കാൻ മറന്നുപോയി. പക്ഷേ UK-ലുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. പിന്നെ വേറെ ഒരു സ്ഥലത്തുണ്ട്, ഞങ്ങളിപ്പോൾ പോയത് ക്രോലെ എന്ന് പറയുന്ന സ്ഥലത്താണ്. തുലിപ് ഫാമിലാണ് പോയത്. നോർഫ്ലോക്സ് എന്ന് പറഞ്ഞ സ്ഥലത്തും ഉണ്ട്. ഇതിനെക്കാട്ടിലും കുറച്ചും കൂടെ വലിയ ഗാർഡൻ ആണെന്നാണ് കേട്ടേക്കുന്നത്. അറിയില്ല, നമുക്ക് കൂടുതൽ ഡ്രൈവ് ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് മെനക്കിടുന്നില്ല. കാരണം 3 hours മിച്ചം അങ്ങോട്ട് നമുക്ക് ഡ്രൈവ് ഉണ്ട്. അപ്പോൾ അത്രയും ദൂരം പിള്ളേരെയും കൊണ്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളത് വേണ്ടാന്ന് വെച്ചു. പിന്നെ അവിടുത്തെ ടിക്കറ്റ്സ് ഒക്കെ സോൾഡ് ഔട്ട് ആയെന്നും കേൾക്കുന്നുണ്ട്, അറിയില്ല. എനിവേ ഇവർ കുറേ സ്ലോ മോഷനും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുക. നല്ല തണുപ്പുണ്ട് കേട്ടോ, എന്നാലും വേണ്ടില്ല. ഇത് ഒരു പ്രാവശ്യമല്ലേ നമ്മളിവിടെ വരുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും സ്വെറ്ററൊക്കെ കൂടി അടിപൊളിയായിട്ട് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. ഓട്ടവും കളിയും എല്ലാം അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സ് തൊടാൻ പാടില്ല. നമുക്ക് ഫ്ലവേഴ്സ് വാങ്ങിക്കാനുള്ള കൈ കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് തണുത്തിട്ട് കൈ ചൂടാണ്. അപ്പോൾ അതിനുള്ള സംവിധാനം തീ കത്തിട്ട് ഉപയോഗിക്കുമല്ലോ. ആ ഭാഗത്തെല്ലാം അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിട്ട് കുറച്ച് കളിയൊക്കെ ഇതാണ് ഞാൻ പറയുന്നത്. വാങ്ങിച്ചാലും വീട്ടിൽ ഏകദേശം ഒരു 4 മൈൽ അകലെ നമ്മുടെ ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് കേട്ടിട്ട് നമ്മൾ അതിനെ തപ്പി വന്നു. ദോശ ക്ലബ്ബാണ് പേര് കേട്ടോ. അടിപൊളി മസാല ദോശയും വടയും കഴിച്ചിട്ട് വയറ് നിറഞ്ഞ് ഫുള്ളായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ.